ഹായ് ഹലോ ഗൈസ്, ഞാൻ റോഷ്ലി, എൻ്റെ പേര് സുമി. അപ്പം നമ്മൾ 10K ഫാമിലിയിലോട്ട് എൻ്റർ ചെയ്തേക്കുവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് എന്താ പറയുക, ഭയങ്കര ത്രില്ഡായിട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 months ആയിട്ടുള്ളൂ. ആ ഒരു 3 months തന്നെ നമുക്കൊരു ഇത്രയും വലിയൊരു ഗ്രോത്ത്, അത് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം 0 സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും 0 തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, ഒരു വീഡിയോ ഇട്ടായിട്ട് ഒരു സ്ക്രിപ്റ്റോ ഒന്നുമില്ല. എന്തോ ചെയ്യേണ്ടെന്ന് പോലും അറിയാതെ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ ഞങ്ങൾ ഫുൾ പേടിച്ച് വരച്ചിട്ടുള്ളൊരു സാധനമൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ. ഇവൻ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ തന്നെയായിരുന്നു ആങ്കേഴ്സ്, ഞങ്ങൾ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഞങ്ങൾ തന്നെയാണ് വീഡിയോ എഡിറ്റേഴ്സ്, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായ്മയും ഒത്തിരി ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാനൊന്നും എന്റെ സൗണ്ടേ വെളി വരത്തില്ലായിരുന്നു, അത്ര ഇതിലും ഇതായിരുന്നു. അത് നിങ്ങൾ ഒത്തിരി ബെറ്റർ ആയിട്ടോ, അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയായിരിക്കും. അപ്പോൾ നമ്മള് ഞങ്ങൾ അപ്ലോഡ് ചെയ്യണ്ടെന്ന് വരെ തോന്നിയ നിമിഷങ്ങളുണ്ട്. പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്തു. ഒരു കോൺഫിഡൻസ് ആദ്യം തന്നെ ബോഡി ഷേമിങ് ഒത്തിരി വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ച, പക്ഷെ ആ വീഡിയോക്ക് വന്നില്ല. പിന്നെ ഉള്ള അപ്കമിങ് വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഞങ്ങളുടെ ഈ 3 മാസത്തിൽ പെട്ടെന്ന് റീച്ച് കയറിയത് തന്നെ മേ ബി ഞങ്ങൾ വണ്ണമുള്ള ഒരു കണ്ടന്റ് 2 പേരായോണ്ടായിരിക്കും പെട്ടെന്ന് കയറാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ അത്ര നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടില്ല. ഇവൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് അങ്ങനെ ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത് കാര്യമായിട്ട് എടുത്തില്ല. മേ ബി അത് തന്നെയായിരിക്കും ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അത് തന്നെയായിരിക്കും. കാരണം വൈഷുഡ് എല്ലാവർക്കും ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്താൽ എന്താ, ഇപ്പം വണ്ണുണ്ട് മേ ബി നമ്മൾ ഹോർമോൺ ചേഞ്ചേഴ്സ് ആയിരിക്കും. കുറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞു പോകുന്നേ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമല്ല. പിന്നെ എല്ലാവർക്കും ഒരേ ബോഡി ടൈപ്പ് ആയിരിക്കത്തില്ല, പല പ്രശ്നങ്ങളും കാണും. അത് നമ്മൾ ഇതിൽ റിവീൽ ചെയ്യാനും ഇത് വേറെ ലെന്തിലോട്ട് മാറിപ്പോവാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി അത് പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ ഞങ്ങൾ പറഞ്ഞതാ. സോ ബോഡി ഷേമിങ് കഴിവതും ഒഴിവാക്കുക. അത് നെഗറ്റീവ് ഇപ്പൊ നിങ്ങൾ ചെയ്താലും അത് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ഞങ്ങൾ അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതല്ലേ നമ്മളിപ്പോൾ ആ ടോപ്പിക്കിലേക്ക് ഇപ്പോൾ അറിയാതെ നമ്മൾ കടന്നു പോയത്. ഇവിടെ ബേസിക്കലി നമ്മൾ ഈ ചാനൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഇപ്പോൾ കൊച്ചിയിലാണ് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക് കുറേ അറിയാതെ കൊച്ചി എന്തുവാ എങ്ങനെ എന്ന് നമുക്കൊന്നും അറിയുന്നില്ല. പുതിയതായിട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. സോ അങ്ങനെയായിരുന്നു ഞങ്ങളിത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമ്മൾ തുടങ്ങിയത്. മെയിൻ റീസൺ അത് തന്നെയായിരുന്നു. പിന്നെ അടുത്തടുത്ത് നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഗോ വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ കുറേ പേര് നമുക്ക് നല്ല ബ്രാൻഡ്സുമായിട്ട്, വെൽ നോൺ ബ്രാൻഡ്സുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അവർക്ക് നല്ലൊരു ഓർഗാനിക് ഔട്ട്പുട്ട് തന്നെ നമുക്ക് കൊടുക്കാനും സാധിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫോർടൈൻമെന്റ് ചാനലായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ജസ്റ്റ് ഇൻഫർമേഷൻ, ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് അടുത്തവർക്ക് നമ്മൾ പറയാൻ മാത്രമേ നമ്മൾ ചെയ്തത്. അത് പ്രൊമോഷനിലോട്ട് പോയി, അത് കൊളാബറേഷനിലോട്ട് പോയി. അത് നമ്മൾ അടുത്തടുത്ത വീഡിയോസ് വന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ചാനൽ, നമ്മുടെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ കൂടുതലും ഒരു ബിസിനസ് പ്രൊമോഷൻ മാത്രമല്ല, നമ്മൾ ഈ ആഴ്ച നടക്കുന്ന ഇവന്റ്സുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും ന്യൂസുകളും, ഇവൻ ന്യൂസ്, മഴ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും, അങ്ങനെ ഒരു ഇൻ ആൻഡ് അറൗണ്ട് കൊച്ചി നമ്മുടെ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് കുറെ ഇങ്ങോട്ട് തന്നെ നമുക്ക് പ്രൊമോഷൻസും കൊളാബറേഷൻസും വന്നപ്പം നമ്മളത് ചെയ്തു. പിന്നെ നല്ല നല്ല വെൽ നോൺ ബ്രാൻഡ്സ് തന്നെ നമുക്ക് ഒരു ന്യൂ കമേഴ്സിന് നമുക്ക് തന്നു. മേ ബി അത് നമ്മളെ വിശ്വസിച്ചു. അപ്പൊ അത് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് ഗ്രോത്തിന് പെട്ടെന്നുള്ളത്. നല്ല ബ്രാൻഡുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് എസ്പെഷ്യലി ഞങ്ങളുടെ ഡെക്കോത്തലൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അതായത് അവരുടെ ആ ഒരു പ്രൊമോഷൻ ചെയ്ത ആ ഒരു ഇതിൽ നമ്മുടെ ആയിരുന്നു ഏറ്റവും
ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിരുന്നത്. നമ്മളൊരു 5000 ഫോളോവേഴ്സ് ഉള്ളപ്പോഴായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ തന്നെ വാവ് അടിച്ചു പോയി, അതായത് ഇത്ര പെട്ടെന്നോ എന്നുള്ള രീതിക്ക്. ഇവൻ എന്താ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇവൻ എൻ്റെ ഞാൻ പച്ചക്കറി മേടിക്കുന്ന കടല ചേട്ടൻ വരച്ചു കൊച്ചു ടെക്കത്തിലാണ് വർക്ക് ചെയ്യണം. അങ്ങനെ അവർ ആ ഒരു സ്മോൾ ബിസിനസ് ആയി അവരിലേക്ക് വരെ നമ്മുടെ വീഡിയോസ് എത്തി. ഞങ്ങൾക്ക് റീച്ച് കൂടുതൽ വന്നതും ആ ഡെക്കോത്തലിന്റെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നത്, 48th ആനിവേഴ്സറിയുടെ വീഡിയോ. അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഞങ്ങളുടെ വർക്ക് സ്ഥലത്ത് പോയാലും എവിടെ പോയാലും കൊച്ചിയിലെ ചേച്ചി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര പേര് എൻ്റെ അടുത്ത് ട്രേഡ് മാർക്ക് ആയിട്ടുണ്ട് കൊച്ചി ചേച്ചി യെസ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ കൊച്ചിയിൽ വീഡിയോ ചെയ്യുന്നതല്ലേ എന്നൊക്കെ അതിന് ചോദിക്കും. നമുക്ക് ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തുമെന്ന് നമ്മൾ ഇപ്പം 3 മാസം മുന്നേ വരുന്ന വെച്ചാൽ ഞങ്ങൾ ആരും അറിയപ്പെടാത്ത ആൾക്കാരായിരുന്നു അത് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പലരും വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് ഇവൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ സോ ഹാപ്പിയാണ് നിങ്ങളുടെ. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് മാത്രമേ നമുക്ക് ഈ 3 monthsനുള്ളിൽ 10K അടിക്കാൻ പറ്റിയതും പിന്നെ ആൾക്കാരിലോട്ട് നമ്മൾ എത്തിച്ചെല്ലാൻ പറ്റിയതും എല്ലാം ഒരു ഇൻഫർടൈൻമെന്റ് ചാനൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇച്ചിരും കൂടെ നല്ല രീതിയിൽ നമുക്ക് കൊളാബും പ്രൊമോഷൻസും ചെയ്യാൻ പറ്റിയതും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും മാത്രം. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളോട് ഒരുപാട് പേര് ഇൻബോക്സിലും അല്ലാണ്ടും ഒക്കെ ഒരു ലോങ് വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പോഴും നമ്മൾ അതിൻ്റെ ഐഡിയയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പം 10K അടിച്ചപ്പം നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യാനും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്ന അതേ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും തരണം, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാലറിയാം ഞങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ആ ഒരു ഇതിൽ പറഞ്ഞു. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് എന്തൊക്കെയാണ് പോരായ്മകളും ഞങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയതും അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും സപ്പോർട്ടീവ്. നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴും എനിക്കൊരു പേടിയുണ്ട്, എൻ്റെ വീട്ടുകാരെന്നെ ഇത് ഇനി എന്തിനാ വീഡിയോ ചെയ്തേ, ഇത് എന്തിനാന്നൊക്കെ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. പക്ഷെ അവർ ചെയ്യാതിരുന്നപ്പം തന്നെ ചെയ്യാത്തേ, അടുത്ത വീഡിയോ എന്താ വരാത്തേ, അങ്ങനെയുള്ള ചോദ്യങ്ങളായി. അപ്പൊ പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഓ വീട്ടുകാർ ഒക്കെ സപ്പോർട്ടാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല ചെയ്യാം. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ നെഗറ്റീവ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫാമിലിനെയും അത് ബാധിക്കും. അപ്പോൾ അവർ അതുകൊണ്ട് വേണ്ട എന്നിട്ട് പറയുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് 3 months തന്നെ 25K എത്തിക്കുന്ന ഞങ്ങളുടെ ഒരു വിഷൻ. അതേപോലെ തന്നെ നമ്മൾ ദേ മലയാളി പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ നമുക്ക് കൊച്ചി ബേസ്ഡുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മലയാളി എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് തരണം. പേജ് ഞങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം, കയറി ഫോളോ ചെയ്യൂ. യൂട്യൂബ് ചാനൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ സൈഡിലൊരു ബെല്ലുണ്ട്, അത് അമർത്തുക. ഓക്കെ, പിന്നെ ഒപ്പം നമ്മുടെ മലയാളിയുടെ പേജും ഫോളോ ചെയ്യുക. താങ്ക് യു.